hello guys, welcome back to our channel. നമ്മുടെ മുമ്പിൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണുള്ളത്. സോ ഗൈസ്, ഇതാണ് ഹീറോയുടെ പുതിയ സൂം സ്കൂട്ടർ. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഹീറോ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ തന്നെ നോക്കാം. ഡിസൈൻ നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ടയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴും ആ ഡിസൈൻ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് നമുക്ക് കോർണറിങ് ബെൻഡിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. അത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ 0 to 60 അറൗണ്ട് 9.35 സെക്കൻഡ്സിലാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് വരുവാണെങ്കിൽ ഒരു 110cc FI ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ബാക്കി നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഒക്കെ കാണാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ SMS അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ കാണാം എത്ര ഉണ്ടെന്ന്. ബാക്കി പിന്നെ ഓഡോമീറ്റർ, ട്രിപ്പ് കാര്യങ്ങൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡിക്കി സ്പേസ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കൂടാതെ നമുക്ക് എൻ്റെ ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ രാത്രി കാലങ്ങളിൽ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ലൈറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വണ്ടി ഓടിച്ച് എൻ്റെ റിവ്യൂ ആയിരിക്കത്തില്ല പറയുന്നത്. ഇന്ന് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ അയാളുടെ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുള്ളിയുടെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഓണർഷിപ്പ് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കോഡ് ഇന്നുള്ളത് ആരിഫ് ബ്രോ ആണ്. അപ്പോൾ ഹായ് ബ്രോ. ഹായ്. അപ്പോൾ ബ്രോയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നമ്മുടെ വണ്ടിയെ പറ്റി. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളും ഇത്രയും നാൾ ഒരു മാസമായിട്ട് ബ്രോ ഓൺ ചെയ്തേക്കുവാണ് ഇപ്പോൾ ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ബ്രോ നമുക്ക് വണ്ടിയെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ബ്രോ പറഞ്ഞോ, വണ്ടി ഇപ്പോൾ എടുത്തിട്ട് എത്ര നാളായി? ഞാൻ വണ്ടി എടുത്ത് ഇപ്പം മേ ബി ഒരു 45-50 ഡേയ്സ് ആയി. ഓക്കെ, ഒരു മാസം കഴിഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞില്ല? സർവീസ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സർവീസ് എത്ര രൂപയായിരുന്നു ഫസ്റ്റ് സർവീസിന്? അവരുടെ ഓയിൽ ചാർജ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു എത്ര, ഒരു ഏകദേശം 450 എന്ന് തോന്നുന്നു. 450 ആണ്. അപ്പോൾ ഇത് വണ്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും വളരെ എക്കണോമിയാണ്. ബ്രോയ്ക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു മേജർ ഫീച്ചർ എന്താണ്? ഇത് നമുക്ക് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാം. നല്ല സ്പേസ് ഉണ്ട്. ഫ്ലോർ സ്പേസ് ആയാലും ഡിക്കി സ്പേസ് ആയാലും. പിന്നെ റോഡിലൊക്കെ തിരിയുമ്പോഴാണ് നമുക്ക് കോർണറിംഗ് ബെൻഡിങ് ലൈറ്റ്സ് നമ്മൾ ഇടവഴിലോട്ട് തിരിയുമ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്ന് ഒരു വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി വയറോട് കയറുമ്പോഴായാലും കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും മറ്റിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രോയ്ക്ക് അത് രാത്രിയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു. നമ്മളൊരു വളവൊക്കെ എടുക്കുമ്പോൾ കയറുമ്പോഴത്തേക്കായാലും ശരി, നമുക്ക് വല്ല കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സ്ട്രൈറ്റ് വെട്ടം, ഇത് നേരെ ഡയറക്റ്റ് വെട്ടം നമുക്ക് ആ ഒരു പ്രയോജനം ഉണ്ട്. പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ ഈ വണ്ടിയിൽ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. പിന്നെ ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട് ബ്രോയ്ക്ക്? ആവറേജ് കമ്പനി പറഞ്ഞത് 67 പറഞ്ഞത്. ഏകദേശം എനിക്ക് ഒരു 55-60 അടുത്ത് കിട്ടുന്നുണ്ട്. നമ്മളൊരു സാധാ സ്പീഡ് മെയിൻറ്റെയിൻ ഒരു 40-45 മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് തന്നെ ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ആക്സലറേഷൻ, വണ്ടി സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നമ്മൾ 110cc ആണ് വണ്ടി പറയുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ സിറ്റിയിൽ ഓടിക്കാനൊക്കെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് 0 to 60 ഏകദേശം 9.35 സെക്കൻഡാണ് വരുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ ടയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും നല്ല ഗ്രിപ്പ് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൊളച്ചലോ വെട്ടലൊന്നുമില്ല. സ്പീഡിൽ പോയി 40 മൈൽ സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 60 പുറത്ത് പോയിട്ടുണ്ട്. 60 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴും വണ്ടിക്ക് അങ്ങനെ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്സും കാര്യങ്ങളൊക്കെ ബ്രോയ്ക്ക് എങ്ങനെയുണ്ട് തോന്നിയത്? ഇത് എടുക്കാൻ ഒരു ഘടകം ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഓക്കെ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈൻ. 2 വണ്ടി എടുത്തേ ഇതില്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ സ്റ്റാഫിനും ഒന്ന് അത് ഇതേ കളറായിരുന്നു? സെയിം കളർ. ഈ 4 കളേഴ്സിലൊക്കെയാണ് വണ്ടി വരുന്നത്. എന്നാൽ ഈ റെഡ് വളരെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. റെഡും ബ്ലാക്കും കൂടെ ഉള്ളത്. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ? ബ്രേക്ക് നമുക്ക് വലിയ ഇതൊന്നും ഇല്ല. നല്ല സ്മൂത്തിങ്സ് ആണ്. നമുക്ക് ഒരു 40-60 മൈൽ സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും സഡൻ ബ്രേക്ക് ഇട്ട് പിടിച്ചിട്ടില്ല എങ്കിലും എന്നാലും നല്ല അത്യാവശ്യം സേഫ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഇതുവരെ ബ്രോ ഈ വണ്ടി യൂസ് ചെയ്തതിൽ വളരെ സാറ്റിസ്ഫൈഡ് അല്ലേ? സോ വണ്ടി എടുത്തത് നമ്മുടെ എവിടുന്ന? പത്തനംതിട്ട BH ഹീറോയുടെ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കോസ്റ്റ് എത്ര ആയിരുന്നു വരുന്നത്? നമുക്ക് ഞാൻ എടുത്തപ്പം എല്ലാം കൂടെ എനിക്ക് ഡിസ്കൗണ്ട് കുറച്ച് 1.7 കിട്ടി. വണ്ടി 1.7 വണ്ടി. 1,07,000 രൂപയ്ക്കാണ് വണ്ടി ബ്രോ ഓൺ റോഡ് കേരളയിൽ ഇറക്കിയിരിക്കുന്നത്.
അപ്പോൾ ബ്രോ ഈ വണ്ടിയുടെ ഓവറോൾ ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വണ്ടി നമ്മൾ ഈ ടൗൺ ഏരിയയൊക്കെ പോകാൻ എളുപ്പമാണ്. അതുപോലെ നമുക്ക് വണ്ടി സൈസും ചെറുതായതുകൊണ്ട് ഈ ട്രാഫിക്കിനകത്തോടെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വെട്ടിച്ചോടി അങ്ങനെ അല്ലാതെ വണ്ടി നമുക്ക് എന്താ പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ i3s അതാകുമ്പോൾ വണ്ടി ട്രാഫിക്കിലായാലും നമ്മൾ നിർത്തിയിട്ട് പിന്നെ മൈലേജ് നമുക്ക് കൂടുതൽ വണ്ടി ഒരു 3 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആകും. പിന്നെ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റ് കൊടുത്തിട്ട് എടുത്തോണ്ട് പോയാൽ മതി. ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, SMS അപ്ഡേറ്റ്സ് ഉണ്ട്, കോൾ വരും, നമുക്ക് അത് അപ്ഡേറ്റ് അതിനകത്ത് അറിയാൻ പറ്റും, ഡിസ്പ്ലേ അറിയാൻ പറ്റും. അപ്പോൾ ബ്രോ ഇത്രയും നാൾ ഈ വണ്ടി എടുത്തതിൽ ബ്രോ സാറ്റിസ്ഫൈഡ് അല്ലേ മൊത്തത്തിൽ? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഈ വണ്ടി എടുത്തത്. ഈ വണ്ടിയിൽ ദൂരം എത്ര കിലോമീറ്റർ ഒരു ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്? ആവറേജ് ഞാനൊരു 40-45 കിലോമീറ്റർ ഡെയിലി പോകുന്നുണ്ട്. ഇപ്പോൾ വണ്ടി എത്ര കിലോമീറ്റർ ആയി? 1050 കിലോമീറ്റർ. അതിലാണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസിന് ഏകദേശം 500 രൂപ, 420 രൂപ ആയിട്ടുള്ളൂ. ഓയിലിന്റെ പേയ്മെന്റ് മാത്രമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഗൈസ് വളരെ ഈസിയാണ്. വണ്ടിക്ക് അങ്ങനെ വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ കമ്പനി ആണെങ്കിലും ഹീറോ പോലത്തെ ഒരു ബ്രാൻഡ് നമുക്ക് തരുന്ന റിലയബിലിറ്റി എന്തായാലും വണ്ടിയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആരിഫ് ബ്രോ ഈ വണ്ടി 1 മാസമായിട്ട് ഓൺ ചെയ്തിട്ടുള്ള ബ്രോയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ബ്രോ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ ബ്രോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് മെയിൻലി ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഈ വണ്ടിയുടെ പെർഫോമൻസ്, പിന്നെ ഇതിൻ്റെ നമുക്ക് സിറ്റിയിൽ മാനൂവർ ചെയ്യാനുള്ള ഒരു കംഫർട്ട്, അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ബ്രോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വണ്ടിയുടെ ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ബ്രോ ഇത്രയും നേരം സംസാരിച്ചതിന് താങ്ക്സ്. അപ്പോൾ ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഈ സ്കൂട്ടർ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു കംഫർട്ടും കാര്യമൊക്കെയാണ് കേട്ടോ. കംഫർട്ടൊക്കെ വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി 1,07,000 രൂപയാണ് ബ്രോയ്ക്ക് ഓൺ റോഡ് വന്നത്. അപ്പോൾ വളരെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ബ്രോ പറഞ്ഞ പോലെ ഈ വണ്ടിക്ക് ഏകദേശം 50, 55 അല്ലെങ്കിൽ 60-നടുത്ത് മൈലേജ് കിട്ടുന്നു. പിന്നെ വളരെ വളരെ ഈസിയാണ്. വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതുപോലെ സീറ്റ് ഹൈറ്റും വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നീളം കുറഞ്ഞവർക്കാണെങ്കിലും വണ്ടി വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആക്സിലേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. കമ്പനി പറയുന്ന 0 to 60 പോകുന്നത് 9.35 സെക്കൻഡ്സ് ആണ് കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ആക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോവാം. ഇപ്പോൾ ബ്രോ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി ഏകദേശം 1058 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1000 കിലോമീറ്റർ യൂസ് ചെയ്തതിൽ ബ്രോ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഓൾറെഡി 2 വണ്ടിയാണ് എടുത്തിരിക്കുന്നത് ബ്രോ, ഈ ഒരു സൂം സ്കൂട്ടർ തന്നെ. ഇത് ഒരെണ്ണം പുള്ളിയുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയും ഒരെണ്ണം അല്ലാതെ പുള്ളിയുടെ സെൽഫ് യൂസിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി നമുക്ക് ഇപ്പോൾ ഈ വണ്ടി ബ്രോ എടുത്തിരിക്കുന്നത് BH മോട്ടോഴ്സ് പത്തനംതിട്ടയുള്ള ഷോറൂമിൽ നിന്നാണ് എടുത്തേക്കുന്നത്, ഹീറോയുടെ BH മോട്ടോഴ്സ്. അപ്പോൾ അവരുടെ ഷോറൂമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയെ പറ്റി എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BH മോട്ടോഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വണ്ടി ഞാൻ എന്താ ഇപ്പോൾ ഒന്ന് ആക്സിലേഷൻ കൊടുത്ത് നോക്കാം. യാ 60 ആയി, 62 വണ്ടി അങ്ങോട്ട് സുഖമായിട്ട് കയറി പോകണം. വളരെ സ്മൂത്താണ് കേട്ടോ. എനിക്ക് ഓടിച്ചിട്ട് അങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് നമുക്ക് പറഞ്ഞ പോലെ ട്രാഫിക്കിൽ നമുക്ക് i3s ടെക്നോളജി ഓൺ ആണ്. i3s ടെക്നോളജി ഉണ്ടെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ ഒരു 3 സെക്കൻഡ്സ് നിർത്തുവാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. സോ അങ്ങനെ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടേണിംഗ് റേഡിയസ് ഒക്കെ നോക്കുവാണെങ്കിലും വളരെ നല്ല ടേണിംഗ് റേഡിയസ് ആണ്. ഇതിൻ്റെ ലൈറ്റ്സ് തന്നെ നല്ല വെട്ടമുള്ള ഒരു ലൈറ്റാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ വളവിനൊക്കെ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാത്തൊരു ഫീച്ചറാണ്. ഈ വളവിനൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് കോർണറിങ് ബെൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഇറക്കിയ സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വളവൊക്കെ തിരിയുന്ന സമയത്ത് ആ വളവിൻ്റെ അവിടെ ആ സൈഡിലത്തെ ലൈറ്റ്സ് വളരെ ബ്രൈറ്റായിട്ട് വരും. സോ ആ സൈഡിലെ ലൈറ്റ്സ് ബ്രൈറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളവൊക്കെ നല്ല കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കൊടുത്തത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിൽ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ടില്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ലൈറ്റ് ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ബ്രേക്കൊക്കെ ആണെങ്കിൽ നല്ല ബ്രേക്കാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതുപോലെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്.
സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞാലും വളരെ കുറച്ചുകൂടി സോഫ്റ്റ് സൈഡിലാണ്, എന്ന് വെച്ചാൽ നല്ല റൈഡ് കംഫർട്ടാണ് നമുക്ക് തരുന്നത്. നിങ്ങളൊരു സ്കൂട്ടർ നോക്കുകയാണെങ്കിൽ, ഒരു 110cc ഒരു സ്കൂട്ടർ നോക്കുകയാണെങ്കിൽ ഹീറോയുടെ സൂം എന്ന് പറഞ്ഞ ഈ ഒരു സ്കൂട്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിപ്പോൾ ഞാൻ ഓടിച്ച് നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ചെറിയ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആണെങ്കിൽ എനിക്ക് നല്ലൊരു ഇംപ്രഷനാണ് ഈ വണ്ടി തന്നിരിക്കുന്നത്. ഈ വണ്ടിയെപ്പറ്റി നിങ്ങൾ തന്നെ കേട്ടില്ല, ഓണറിനും 100% പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഈ വണ്ടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.